മായ സജു ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. വേഗം കേൾക്കാലോ. എല്ലാവരും റെഡിയല്ലേ? എന്തായാലും ഭക്തിയോടെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ പറ്റുമോ? അങ്ങനെ കേൾക്കാട്ടോ. ഹരേ കൃഷ്ണ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും മായ സജു. ദിവസവും ത്രിമധുരത്തിലെ അനുഭവം കേൾക്കും. ഓരോന്നും കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണൻ തന്നിട്ടുള്ള അനുഭവങ്ങൾ എഴുതണമെന്ന് കരുതും. പക്ഷേ എഴുതി തുടങ്ങിയിരുന്നില്ല. ഇനി ഒട്ടും താമസിക്കേണ്ട, വേഗം പറഞ്ഞോളൂ എന്ന് കണ്ണൻ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് പറയുന്നു. ഡെയിലി വാട്സപ്പിൽ കണ്ണൻ്റെ സ്റ്റാറ്റസ് ഇടുന്നൊരു സ്റ്റൈൽ എനിക്കുണ്ട്. ഇന്നിട്ട പാട്ട് ഏത് ദിക്കിലിരിക്കലും തന്നെ നാവ് കൊണ്ട് ഇത് ചൊല്ലി എന്നാകലും എന്നുള്ള പാട്ടായിരുന്നു. എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞനുഭവം പറയട്ടെ. ഗുരുവായൂർ കണ്ണൻ്റെ അടുത്ത് സുകൃത ഹോമം നടക്കുകയാണല്ലോ. ഞാനും ഒരെണ്ണം രസീറ്റ് ആക്കിയിരുന്നു. അതുപോലെ തന്നെ ഏകാദശി വിളക്കും തുടങ്ങിയല്ലോ. വിളക്കിൻ്റെ ഒക്കെ ഫോട്ടോസ് കണ്ടിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ സുകൃത ഹോമം കാണാൻ വരാൻ പറ്റുന്നില്ലല്ലോ, ഒരു ഫോട്ടോയും എങ്ങും കണ്ടതില്ല കണ്ണാ. അപ്പോളുണ്ട് ഉച്ചപൂജ അലങ്കാരം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കണ്ണൻ തന്നെ ഇരുന്ന് ഹോമം നടത്തുന്ന അലങ്കാരം. എന്താ ഞാൻ പറയുക. ഇനി എനിക്ക് കണ്ണൻ തന്നിട്ടുള്ള അനുഭവങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പിന്നീട് പറയാട്ടോ. കണ്ണനെ അറിഞ്ഞു വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ അതേ അനുഭവം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായതില്ലേ. സുഹൃത ഹോമത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അന്നത്തെ ആ ഒരു ഉച്ചപൂജ അലങ്കാരം കണ്ണന് ഹോമം ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അലങ്കാരം തന്നെയായിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ആ തിരുമേനി ആ അലങ്കാരം ചെയ്തത് എന്നുള്ളത് ബോധ്യവുമാണ്. കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. പ്രായമായവർ, അസുഖമുള്ളവർ, പല ജോലി തിരക്കുള്ളവർക്കൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടെ ആ അനുഭവം അങ്ങോട്ട് എന്താണ് സാധിപ്പിച്ചു തന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താ കഥ. ഹരേ കൃഷ്ണ. ഇത്തരം അനുഭവങ്ങളാണ് നമ്മുടെ ത്രിമധുരത്തെ മഹത്തരമാക്കുന്നത്. ഒരു വർഷമായി 1000-ഓളം അനുഭവങ്ങൾ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകില്ലേ. എത്ര അനുഭവങ്ങൾ എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ച് നോക്കാം. അതിൽ നിന്ന് ഞാൻ അങ്ങനെ പെറുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെയാണ്, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പലരും ഓർമ്മിപ്പിക്കൽ ദേഷ്യം പിടിച്ചിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് ഓർമ്മ വരില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങൾ വരുന്നതല്ലേ. ഒന്നും വിചാരിക്കരുതേ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. ഹരേ കൃഷ്ണ.